ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഏറ്റവും അനുഗ്രഹകരമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. വിശുദ്ധ വേദപഠനങ്ങളുടെ ഭാഗമായി തിരുവചനം പഠിക്കുന്നതിനും തിരുവചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങളെ ധ്യാനിക്കുന്നതിനും ഈ ചാനലിലൂടെ നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വേദവചന പഠനത്തിൽ പങ്കാളികളാകുന്നവർക്ക്, പ്രേക്ഷിതരാകുന്നവർക്ക് ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കുവാനും ധ്യാനിക്കുവാനും വേദവചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങളെ മനസ്സിലാക്കുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും മാനുഷികമായ ബലഹീനതകളും കുറവുകളും ഉള്ള മനുഷ്യരാണ്. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ നൽവരം ദൈവവചനത്തെ പഠിക്കുവാനും ഗ്രഹിക്കുവാനും അതിൻ പ്രകാരം നമ്മൾ ജീവിക്കുവാനും തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നു. അതിനുവേണ്ടി ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്കായിരിക്കാം. പ്രത്യേകിച്ച് ഈ വേദവചന പഠനം പുതിയ നിയമഗ്രന്ഥത്തിലെ എബ്രായ ലേഖനത്തെ ആസ്പദമാക്കിയുള്ള പഠനമായിട്ടാണ് ഈ സമയങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നത്. ഈ വേദവചനത്തിലേക്ക് നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ പ്രാർത്ഥനയോടും ധ്യാനത്തോടും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നല്ല പരിശ്രമമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വചനം പഠിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. വേദവചനം വായിച്ച് പോകുവാനുള്ളതല്ല. വേദവചനങ്ങൾ വായിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ വചനം നാം ആയിരിക്കുന്ന സമയത്തൊക്കെയും ഉള്ളിൽ ധ്യാനിക്കുവാനും ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള വചനങ്ങളും അരുളപ്പാടുകളും മനസ്സിലാക്കുവാനും ആ വചനപ്രകാരം നമ്മെ തന്നെ ദൈവമുൻപാകെ ക്രൈസ്തവ സാക്ഷ്യത്തിൽ ജീവിക്കുവാനും തക്കവണ്ണം സാധിക്കുമ്പോഴാണ് നമ്മളുടെ വേദവചന പഠനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരുന്നത്. നമുക്ക് മാത്രമല്ല, ഈ സമൂഹത്തിനും നാം ആയിരിക്കുന്ന ചുറ്റുവട്ടത്തൊക്കെയും നല്ല സാക്ഷികളായി തീരണം. മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന മെഴുകുതിരി പോലെ നമ്മിൽ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. കരിന്തിരിയായിരിക്കുന്ന ഒരു മെഴുകുതിരിയിൽ നിന്നും പ്രകാശം കൊടുക്കുവാനായിട്ട് സാധ്യമല്ല. നമ്മിലുള്ളത് മാത്രമാണ് നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്? ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ, ക്രിസ്തുവിൻ്റെ ആളത്വം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നതും നമ്മളുടെ നോട്ടത്തിലും നമ്മളുടെ ചിന്താഗതിയിലും നമ്മളുടെ സംസാരങ്ങളിലുമൊക്കെ ക്രിസ്തു വിളങ്ങി നിൽക്കും. ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ഈ വേദപഠനത്തിലൂടെ കൂടുതൽ പ്രകാശപൂരിതമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ വേദപഠനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളുടെ ഹൃദയങ്ങളെ ഉയർത്താം. ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഉൾക്കണ്ണുകളെ ദൈവമുൻപാകെ തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് വചനം ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവത്തിൽ നകന്നുപോയ മനുഷ്യനെ
ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുന്ന് മനുഷ്യനായി ഈ ലോകത്തിൽ വിളങ്ങി. ദൈവമായ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് മഹത്വത്തോടെ ഇരിക്കുന്നവനാകുന്നുവല്ലോ. അവിടുത്തെ വചനങ്ങളെ പഠിക്കുവാനും ഗ്രഹിക്കുവാനും നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ കുറവുള്ളവരാകുന്നു, ജ്ഞാനമില്ലാത്തവരാകുന്നു, ബലഹീനതകളുള്ളവരാകുന്നു. എന്നാൽ ഞങ്ങളുടെ ബലഹീനതയിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ദൈവമേ, അവിടുത്തെ വചനങ്ങളെ ഗ്രഹിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും അത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും തക്കവണ്ണം സാധിക്കുമല്ലോ. ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, നിൻ്റെ വചനം ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ വചനം കേൾക്കുന്നത് മാത്രമല്ല, അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം നാഥ സഹായിക്കണമേ. ഞങ്ങളെ താഴ്ത്തി ഞങ്ങൾ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രകാശത്താൽ ഞങ്ങളെ നീ പ്രകാശിപ്പിക്കണമേ. ഈ തിരുവചന പഠനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഈ വചന പഠനം അനുഗ്രഹമായി തീരണമേ. പ്രത്യേകിച്ച് ഈ വചനത്തെ ഈ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം മാധ്യമമായി പ്രവർത്തിക്കുന്ന ഈ വേൾഡ് ടു വേൾഡ് ചാനലിനെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഉദ്യമങ്ങളെല്ലാം ദൈവരാജ്യ പ്രഘോഷണത്തിനും ദൈവ ഇഷ്ടം അടിയങ്ങളിലും ഈ ഭൂമിയിൽ നിറവേറുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീരണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അബ്രഹാം കൂടാരങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെ നാളെ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ നിമിഷങ്ങൾ കർത്താവിൻ്റെ വചന പഠനത്തിനായി നമ്മെ തന്നെ വേർതിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ നിയമഗ്രന്ഥത്തിലെ ക്രമപ്രകാരം 19-ാമത്തെ പുസ്തകമാണ് എബ്രായ ലേഖനം. മറ്റ് പുതിയ നിയമ പുസ്തകങ്ങളിൽ നിന്നൊക്കെയും വളരെ വ്യത്യസ്തമായ ദൈവികമായ ആലോചനകളും അരുളപ്പാടുകളും നമുക്ക് ലഭിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. 13 അധ്യായങ്ങളിലൂടെ 303 വാക്യങ്ങൾ മാത്രം ഉള്ളതായ ഈ പുസ്തകം ശ്രദ്ധയോടെ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഈ എബ്രായ ലേഖനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ ആമുഖമായി പഴയ നിയമ പൗരോഹിത്യവും ബലി അനുഷ്ഠാനങ്ങളും സമാഗമന കൂടാരവും വഴിപാടുകളും ഒക്കെ മനസ്സിലാക്കുന്നവർക്ക് ഈ എബ്രായ ലേഖനം കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ എബ്രായ ലേഖനത്തിൽ അതിനെയൊക്കെ ആസ്പദമാക്കിയുള്ള ഒരു വേദപഠന രീതിയാണ് എബ്രായ ലേഖനകർത്താവ് അവലംബിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും സമർപ്പണത്തോടും പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ വേണം നമ്മൾ ഈ എബ്രായ ലേഖന പഠനത്തിലേക്ക്. എബ്രായ ലേഖനം മാത്രമല്ല, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ അതൊരു പ്രാർത്ഥനാ വിഷയമായി തന്നെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ വേദവാക്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ദൈവികമായ ആലോചനകളെയും ഈ വചനത്തിൻ്റെ പൊരുളുകളെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് വേദപഠനത്തിനു വേണ്ടി നമ്മൾ ഇരിക്കുന്നതായ സമയം വിശുദ്ധ വേദഭാഗം എബ്രായ ലേഖനം നമ്മൾ ബൈബിൾ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഈ പഠനങ്ങളിൽ നമ്മൾ സംബന്ധിക്കുവാനും ആ വേദപുസ്തക വചനങ്ങളുമായി നമ്മൾ ഈ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കണം.
വേദപുസ്തകം മാറ്റിവെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതല്ല. വേദപുസ്തകം ഓരോ വാക്യങ്ങളും വാക്യം പ്രതിവാക്യങ്ങളായി നമ്മൾ ഇത് വായിച്ച് പഠിച്ച് ധ്യാനിക്കുമ്പോഴാണ് ഇതിൽ അന്തർലീനമായിരിക്കുന്ന സത്യങ്ങളെ, പൊരുളുകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം വളരെയേറെ ക്രിസ്തുശാസ്ത്രം, ദർശനം ഈ എബ്രായ ലേഖനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും വളരെയേറെ പ്രതിപാദിക്കുന്ന, വളരെയേറെ നമ്മിലേക്ക് ആ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്ന ഒരു പഠനം കൂടിയാണ് ഈ എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് അവലംബിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് പുസ്തകങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് ക്രിസ്തുശാസ്ത്രത്തെ വളരെ ഭംഗിയായി ഈ വേദഭാഗത്തിലൂടെ വരച്ച് കാട്ടുന്നു. പ്രാർത്ഥനാപൂർവം ആ ക്രിസ്തുവിനെ നമ്മളുടെ ഉള്ളിൽ പ്രതിബിംബിപ്പിക്കുവാൻ കിട്ടുന്നതായ ഒരവസരമാണ് ഈ എബ്രായ ലേഖനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിശ്വാസത്തോടെയും അലസതയോടെയും അശ്രദ്ധയോടെയും താല്പര്യമില്ലായ്മയോടും കൂടെ പലവിധമായ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് കഴിയുന്നതായ ഒരു ക്രൈസ്തവ ജനതയെ അതുമൂലം അവർക്കുണ്ടാകാവുന്ന പിന്മാറ്റത്തിൽ നിന്നും വളരെ താല്പര്യത്തോടും ഉത്സാഹത്തോടും ദൈവ സാന്നിധ്യത്തോടും കൂടെ ക്രൈസ്തവ സഭയെ നയിക്കുവാൻ തക്കവണ്ണം, അവരെ പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം, അവരിൽ നഷ്ടമായി പോകുന്ന ക്രിസ്തീയ മൂല്യങ്ങളെ തിരികെ കൊണ്ടുവരുവാൻ തക്കവണ്ണം നൽകുന്നതായ ആഹ്വാനങ്ങളും ദർശനങ്ങളുമാണ് ഈ വേദഭാഗത്തിൽ ഉള്ളത്. ഒന്നുകൂടെ പറയുമ്പോൾ, ക്രിസ്തീയമായ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരനുഭവം വളരെ ശക്തമായി ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കെ സമൂഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്നതായ, അനുഭവിക്കേണ്ടി വന്നതായ പീഡനങ്ങൾ മൂലം ക്രിസ്തീയ ജീവിതത്തിൽ അലസത കാണിക്കുകയും അശ്രദ്ധ കാണിക്കുകയും വിശ്വാസക്കുറവുണ്ടാവുകയും താല്പര്യമില്ലായ്മയും മൂലം ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തെ നോക്കിയാണ് അവരെ ദൈവസന്നിധിയിലേക്ക്, ക്രിസ്തീയമായ ധർമ്മത്തിലേക്കും ക്രിസ്തു മാർഗത്തിലേക്കും ക്രിസ്തു സാക്ഷ്യത്തിലേക്കും അവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള ആഹ്വാനവും ദർശനവും മുന്നറിയിപ്പുകളുമാണ് ഈ എബ്രായ ലേഖനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് നോക്കുമ്പോൾ, ഒന്നാമത് നമ്മിലേക്ക് കടന്നു വരുന്നത് ഇതിൻ്റെ ലേഖനകർത്താവിനെക്കുറിച്ചാണ്. ആരാണ് ഈ ലേഖനം എഴുതിയത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധ്യമല്ല. കാരണം പൗലോസ്ലീഹ തൻ്റെ പേരിൽ തന്നെ എഴുതിയതായ 13 ലേഖനങ്ങളെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. റോമാലേഖനം മുതലുള്ള ലേഖനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അങ്ങനെ ഓരോ ലേഖനങ്ങളുടെയും മുകളിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ, ഇന്നാർക്ക് എഴുതിയ ലേഖനമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ എബ്രായ ലേഖനം നമ്മൾ നോക്കുമ്പോൾ അവിടെ എബ്രായ ലേഖനം എന്ന് മാത്രമേ കാണുന്നുള്ളൂ. അവിടെ അതിൻ്റെ ടൈറ്റിലിൽ അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു സംശയമുണ്ടാകാം, ആരായിരിക്കാം ഈ ലേഖനം എഴുതിയത് എന്നുള്ള ഒരു ചിന്ത നമ്മിലേക്ക് വരും. പൗരസ്ത്യ സഭകൾ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നതും
അതുപോലെ തന്നെ നമുക്ക് നൽകുന്നതും എബ്രായ ലേഖനം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഴുതിയ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പാശ്ചാത്യ വേദശാസ്ത്രജ്ഞന്മാർ ഇത് പൗലോസിൻ്റെ ലേഖനം തന്നെയാണോ എന്ന് സംശയരൂപേണ അവർ അതിനെ ഖണ്ഡിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ കണ്ടു, ബാക്കി എല്ലാ ലേഖനങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് ഇന്നാർക്ക് എഴുതിയ ലേഖനം എന്ന് ബാക്കി 13 ലേഖനങ്ങളിലും റോമർ മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസാണ് എഴുതിയതെന്ന് അതിൻ്റെ ടൈറ്റിലിൽ അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ചിന്താഗതി. രണ്ടാമത്തെ ചിന്താഗതിയിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് പൗലോസിൻ്റെ മറ്റ് ലേഖനങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഒരു അഭിവാദനത്തോടെയാണ്. ഇന്നാർക്ക് എഴുതുന്നത് ഒന്നാമത്തെ വാക്യങ്ങൾ, ഒന്നാമത്തെയും രണ്ടാമത്തെയും വാക്യം ഓരോ പുസ്തകങ്ങളുടെയും ലേഖനങ്ങളുടെ 1, 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെയൊക്കെ പ്രത്യേകമായിട്ട് അഭിവാദനം അർപ്പിച്ചുകൊണ്ടാണ് പൗലോസ് എഴുതിയ ലേഖനങ്ങളെല്ലാം കാണുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിൽ അങ്ങനെ ഒരു അഭിവാദന പരാമർശം കാണുന്നില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ഇതിൻ്റെ ലേഖനകർത്താവ് പൗലോസ് ആയിരിക്കില്ല എന്ന് ഖണ്ഡിക്കുന്ന പാശ്ചാത്യ വേദശാസ്ത്രകാരന്മാരുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത്, പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൊക്കെയും പഴയ നിയമ ഉദ്ധരണികൾ, സങ്കീർത്തനങ്ങൾ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിലും പഴയ നിയമ ഉദ്ധരണികൾ ധാരാളം ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ എബ്രായ ലേഖനമല്ലാത്ത മറ്റ് ലേഖനങ്ങളിലൊക്കെയും പഴയ നിയമ ഉദ്ധരണികൾ വരുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ്. എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഓരോ വാക്യം കഴിയും തോറും പഴയ നിയമ ഉദ്ധരണി പറഞ്ഞിട്ട് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് ബാക്കി ലേഖനങ്ങളിലൊക്കെ പറയുന്നത്. എന്നാൽ എബ്രായ ലേഖനം നാം പരിശോധിക്കുകയാണെങ്കിൽ ഓരോ പഴയ നിയമ ഉദ്ധരണികൾ കടന്നു വരുമ്പോഴും അവിടെ എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. എബ്രായ ലേഖനത്തിൽ നമ്മൾ കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് കാണുമ്പോൾ റോമാലേഖനത്തിൽ മാത്രം 13 പ്രാവശ്യം ഈ ഉദ്ധരണികളുടെ പിന്നിൽ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് ആവർത്തിച്ച് കാണുന്നത്. അതുകൊണ്ട് മറ്റുള്ള ലേഖനങ്ങളുടെ എഴുതപ്പെടുന്നതായ ശൈലിയും എബ്രായ ലേഖനം എഴുതപ്പെട്ടതായ ശൈലിയും തമ്മിൽ ചില വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൗരസ്ത്യ വേദശാസ്ത്രജ്ഞന്മാരെ ഖണ്ഡിക്കുവാൻ തക്കവണ്ണം പാശ്ചാത്യ വേദശാസ്ത്രജ്ഞന്മാർ ഇത് പൗലോസിൻ്റേതായിരിക്കുമോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നത്. നമ്മൾ ആ സംശയത്തിലേക്ക് ദൂരവ്യാപകമായിട്ട് ചിന്തിച്ചു പോകേണ്ടതായ കാര്യമില്ല. കാരണം പരിശുദ്ധ സഭ കാനോനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായ പുസ്തകമാണ് എബ്രായ ലേഖനം. അതിലെ സന്ദേശങ്ങൾ, അതിലെ ക്രിസ്തുശാസ്ത്രം നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഈ ലേഖന പഠനത്തിലൂടെ ഞാൻ ചുരുക്കമായിട്ട് 2-3 താരതമ്യ പഠനങ്ങൾ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു സംശയത്തിന് വേണ്ടിയുള്ളതല്ല. ആരാണ് ഇത് എഴുതപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സംശയമാണ്, ബാക്കി എല്ലാ പുസ്തകങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് ഇന്നാർക്ക് എഴുതിയ ലേഖനമെന്ന് അതിൻ്റെ ഹെഡിങ്ങായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. എബ്രായ ലേഖനം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വേദപുസ്തകം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു സംശയം സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നതാണ്. അത് ഒരു വിശദീകരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നുവെന്നേ ഉള്ളൂ. ധാരാളം കാര്യങ്ങൾ ഖണ്ഡിക്കാനായിട്ട് പാശ്ചാത്യർ പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. നമ്മളുടെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം, അതിലെ ക്രിസ്തുശാസ്ത്രം,
മനസ്സിലാക്കുവാനും വചനത്തെ പഠിക്കുവാനുമുള്ള ഒരു ഉദ്യമമാണ് നമ്മളുടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നത് എബ്രായ ലേഖനം പരിശുദ്ധനായ പൗലോസ് എഴുതിയത് തന്നെയാണ്. 13 ലേഖനങ്ങളോടൊപ്പം 14-ാമത്തെ ലേഖനമായി എബ്രായ ലേഖനവും ഉൾപ്പെടുന്നു. അങ്ങനെ പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനം അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ എബ്രായ ലേഖനത്തെപ്പറ്റി പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതാരെ ഉദ്ദേശിച്ചായിരിക്കാം ഈ ലേഖനം എഴുതപ്പെട്ടത് എന്നുള്ളതാണ്. ഇതിൻ്റെ ആമുഖ വാക്കുകളിൽ അലസത, അവിശ്വാസം, താല്പര്യമില്ലായ്മ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ പിന്മാറിപ്പോകുന്ന ആളുകളെ ലക്ഷ്യം വെച്ചാണ് അവർക്ക് കൊടുക്കുന്ന ചില പ്രബോധനങ്ങളും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയുള്ള ധൈര്യപ്പെടുത്തലും അതിനുവേണ്ടിയുള്ള ആഹ്വാനവുമാണ് പൗലോസ് എബ്രായർക്ക് നൽകുന്നത് എന്ന് ആമുഖത്തിലൂടെ നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദിമ ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് റോമ ഗവൺമെൻറ്റുമായി അവരുടെ വലിയ പീഡനം അനുഭവിക്കുന്നതായ ഒരു സഭയായിരുന്നു ക്രൈസ്തവ വിശ്വാസികൾ. റോമ ഗവൺമെൻറ് യഹൂദ മതത്തെ ഔദ്യോഗികമായി തന്നെ അംഗീകരിച്ചിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ, ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളെ പിൻപറ്റുന്നവരായ, യേശുവിൻ്റെ വചനങ്ങളെയും അവൻ്റെ പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്നവരായ ധാരാളം ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടായിരുന്നു, യഹൂദ ക്രിസ്ത്യാനികൾ. ഈ റോമ ഗവൺമെൻറ് യഹൂദ ക്രിസ്ത്യാനികളെ അംഗീകരിക്കുന്നില്ല, എന്നാൽ യഹൂദ മതത്തെ അംഗീകരിക്കുന്നുണ്ട്. റോമ ഗവൺമെൻറ് യഹൂദ ക്രിസ്ത്യാനികളെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവരെ ആ വിശ്വാസത്തിൽ പിന്മാറ്റാൻ, അവരെ കൊല്ലുവാനും പീഡിപ്പിക്കുവാനും അങ്ങനെ പലവിധമായ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് ക്രിസ്തു വിശ്വാസികൾ കടന്നുപോയത്. അവർക്ക് നിലനിൽപ്പില്ലാത്ത ഒരവസരം, അവരെ ഉന്മൂലനാശം അല്ലെങ്കിൽ നിശേഷം ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു റോമ ഗവൺമെൻറ്റിൻ്റെതായ നടപടിക്രമങ്ങൾ. അത്രമാത്രം പീഡകൾ അവർ ക്രിസ്ത്യാനികളുടെ മേൽ അഴിച്ചുവിടുകയുണ്ടായി. ജീവനെ, സമ്പത്തിനെ, കുടുംബത്തെയൊക്കെ നഷ്ടപ്പെടുന്നതായ ഒരു സാഹചര്യം വന്നപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തങ്ങൾക്ക് ജീവിക്കണം, ജീവിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് യഹൂദ മതത്തിലേക്ക് ചേക്കേറിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കപ്പെടും, റോമ ഗവൺമെൻറ് ഞങ്ങളെ ആക്രമിക്കില്ല. അതുകൊണ്ട് ക്രിസ്തു മതത്തിൽ നിന്നും പിന്മാറി യഹൂദ മതത്തിലേക്ക് പോകുന്നതായ ഒരു പ്രവണത അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തീയ വിശ്വാസത്തിൽ താല്പര്യക്കുറവ്, അലസത, അശ്രദ്ധ, മറ്റ് പീഡകളൊക്കെ വരുമ്പോൾ സ്വയം രക്ഷ നേടുവാൻ തക്കവണ്ണം ക്രിസ്തു മതത്തിൽ നിന്നും യഹൂദ മതത്തിലേക്ക് മാറിപ്പോകുവാനുള്ള ക്രിസ്തീയ വിശ്വാസികളുടെ ഒരു പ്രവണത. ഇത് കണ്ടുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് അവർക്ക് ക്രിസ്തു വിശ്വാസത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുവാൻ തക്കവണ്ണം അവർക്ക് നൽകുന്നതായ പ്രബോധനങ്ങൾ, ദൈവത്തെ മറന്ന് ജീവിച്ചതായ ആളുകൾക്കുണ്ടായതായ ദോഷങ്ങൾ, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവരെ പ്രബോധിപ്പിക്കുകയാണ്. AD 64 കാലഘട്ടങ്ങളിൽ ആണ് ഇത് എഴുതപ്പെട്ടത് എന്നാണ് വേദശാസ്ത്രജ്ഞന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നീറോ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികൾ അനുഭവിക്കേണ്ടി വന്ന ധാരാളം പീഡനങ്ങൾ ഈ പൗലോസ് ശ്ലീഹായുടെ എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. അവർ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു, ഇനിയും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് നിർത്തുവാനുള്ള പ്രബോധനങ്ങൾ, മുന്നറിയിപ്പുകൾ, ആത്മീയ ദർശനങ്ങൾ, അവരെ ബലപ്പെടുത്തി നിർത്തുവാനുള്ള, പിന്മാറ്റത്തിൽ നിന്ന് ക്രിസ്തു സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാനുള്ള പ്രബോധനങ്ങളാണ് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ്
ഈ എബ്രായ ലേഖനം എഴുതപ്പെട്ട കാലഘട്ടം AD 64 എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നീറോ ചക്രവർത്തിയുടെ പീഡന കാലം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് ഒരാമുഖമായി, ഒരു പഠനത്തിൻ്റെ ആമുഖമായി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. തുടർന്നുള്ള എപ്പിസോഡുകളിൽ എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള അവസരമാണ്. അതുകൊണ്ട് ഈ പഠനത്തിൽ പങ്കെടുക്കുന്നവർ കൃത്യമായ ദിവസങ്ങളിൽ ഈ പഠനത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വെറുതെ ഒരു TV കാണുന്ന രീതിയിൽ നമ്മൾ ഇതിനെ സമീപിക്കരുത്. ദൈവശാസ്ത്രവും ക്രിസ്തുശാസ്ത്രവും ഒക്കെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം, ഇതിലെ ആഴമായ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ധ്യാനത്തോടുകൂടി ഇതിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം അതിനുള്ള സമയം എല്ലാവരും വേർതിരിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.